അങ്ങനെ ഒരു കുറച്ച് ഗ്യാപ്പിന് ശേഷം പിന്നെയും ടീനയെ കണ്ടുമുട്ടി. റാണിയില്ല, വേറെ ആരും ഇല്ല, ഞാനും ടീനയും മാത്രമേ ഉള്ളൂ. ടീനയുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. ഇന്നൊരു റോസ് ഗാർഡനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇത്രയും ഒരു റോസപ്പൂ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ നാട്ടിലുണ്ടായോ എന്ന് എനിക്ക് സംശയമാണ്. നോക്കി എൻ്റെ പൊന്ന് കൂട്ടുകാരെ, നോക്കിയേ, ഇത് ഒരു ചെടിയാണ് അല്ലേ ടീന? ഇത് ഒരു ചുവടാണ് ശരിക്കും പറഞ്ഞാൽ. അതിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന കുഞ്ഞുമക്കളെയാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ചെറുതും വലുതുമായ അടിപൊളി കളറുള്ള ചുമന്ന നിറമുള്ള സുന്ദരികളാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ കൂടെ മുട്ടുകൾ ഇനിയും വിടരാനുണ്ട്. ഇത് നോക്കിയേ, മുട്ടുകൾ വിടർന്നിട്ടില്ല. അതിലൂടെ നമ്മുടെ തേനീച്ചക്കുട്ടന്മാർ ഇങ്ങനെ പാറി കളിക്കുന്നത്. 2 എണ്ണം ഉണ്ട്. വാദിച്ചാണ് അവർ നോക്കുന്നത് എവിടെയാണ് തേൻ കൂടുതലെന്ന്. ശരിക്കും ഈ റോസിന്റെ ഉള്ളിലൊക്കെ ഇത്രയും തേൻ ഉണ്ടാവും അല്ലേ? ഒരു വന്ന് കുടിക്കുന്നു. ശരിക്കും ഒരു പന്തൽ പോലെയാണല്ലേ? പന്തൽ പോലെ ഇങ്ങനെ പടർന്ന്, എനിക്ക് തോന്നുന്നു ഇതിന്റെ വെറൈറ്റി തന്നെ പടരുന്ന ഒരു റോസ് ആയിരിക്കും. അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് പടർന്ന് ഇവിടം വരെ എത്തിയിരിക്കുവാണ്. ഇത് ഒരു ബൊക്കെ, എത്ര ബൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലേ ഇതിനകത്ത്? നോക്കി, ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നേ? നമുക്ക് റോസും കൊണ്ട് ഈ റോസിന്റെ വെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് നമ്മളിപ്പം പെർഫ്യൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഇത് വിടരുമ്പോൾ കുറച്ചൊക്കെ ഇതളുകൾ നമുക്ക് എടുത്ത് വെച്ച് നോക്കാം ടീന. അതിനിടയ്ക്ക് ഇതേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങളുടെ ടീനക്കുട്ടിയുടെ വീട്ടിലുള്ള പൂച്ചക്കുട്ടിയാണത്. പേരെന്താ ടീനക്കുട്ടി? മിസ്റ്റി. ഇതേ എല്ലാവരും ഹലോ പഞ്ഞേ, ഹലോ പഞ്ഞേ, മിസ്റ്റി കുട്ടി. ഇഷ്ടായോ? പിന്നെ ഇവിടെ നിൽക്കുമ്പോഴുണ്ടല്ലോ, എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോസ് ഗാർഡൻ ഇല്ലേ, അവിടെ വെറൈറ്റീസ് ഉണ്ടല്ലോ, അതുപോലെ ഒരു പ്രതീതിയാണ് ഇപ്പം ആ റോസ് ഗാർഡനിൽ നിൽക്കണ പോലത്തെ. റോസ് ഗാർഡനിൽ പോയി വീഡിയോ എടുക്കും. അതെ. മിസ്റ്റി കാലിലേക്ക് വന്നിരിക്കുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ റോസ് എൻജോയ് ചെയ്യണം മിസ്റ്റിയുടെ സ്ഥലമാണ്. അതല്ലേ? കഴിഞ്ഞ വർഷം ഇത്ര ഉണ്ടായില്ല അല്ലെ? ഒരുപാട് പേര് വന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഒരു ഫോട്ടോ പ്ലേസ് ആയി ഇപ്പം. എന്തായാലും ഈ ഒരു റോസ് ഇഷ്ടമാവാത്ത ആരും ഉണ്ടാവില്ല അല്ലെ? നമുക്ക് റോസ് വാട്ടർ ഒക്കെ ഉണ്ടാക്കാം ഇതുകൊണ്ട്. കഴിഞ്ഞ വർഷം ഇത്ര ഉണ്ടായില്ല. കഴിഞ്ഞ വർഷം എനിക്കൊന്ന് കുറച്ചുകൂടി ഇങ്ങനെ കുടല് കുത്തിയുണ്ടായി. നമ്മളിനി വേറെ വീട് ഇങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ എങ്ങനെ കൊണ്ടുപോകും? നമുക്ക് കുറെ പേർ കൂടിയിട്ട് ഇതിങ്ങനെ താഴേന്ന് ഇങ്ങനെ ചുവട് എല്ലാവരുടെ മൊത്തം കിളച്ച് നമുക്കൊരു വലിയ വണ്ടിയിലാക്കി കൊണ്ടുപോകണം. ഇത് എങ്ങനെ നമ്മൾ ഉപേക്ഷിക്കുമല്ലേ ഇത്രയും നല്ല റോസിനെ? മിസ്റ്റിയുടെ സ്ഥലമായത് റോസിന്റെ അടിയിൽ സമ്മറായപ്പോ മിസ്റ്റി കിടക്കണ നോക്കി. ഇവിടെ കൊഴിഞ്ഞു തുടങ്ങിയിട്ടില്ല അല്ലെ? റോസ് ഇത് കൊഴിഞ്ഞു പോകാൻ പെട്ടെന്ന് പോകത്തില്ല, കുറച്ച് ദിവസം അല്ലേ? ഇത് പൊഴിയണ സമയമാകുമ്പം നമുക്ക് ടൈം കിട്ടുവാണെങ്കിൽ റോസ് വാട്ടർ ഉണ്ടാക്കുന്നത് കാണിക്കാം കേട്ടോ. ഞാനൊരു യൂട്യൂബിൽ കണ്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. റോസ് വാട്ടർ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമല്ലോ, ബ്യൂട്ടി ഇതല്ലേ. അപ്പം അത് ഉണ്ടാക്കണം എങ്ങനെയാന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ റോസിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് അടുത്ത റോസിലേക്ക് പോയാലോ? അടുത്ത ഒരു തോപ്പിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഡെയ്സി ഇല്ലേ, അതിൻ്റെ തന്നെ ഇതിനൊരു പ്രത്യേക വെറൈറ്റിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബുൾസൈ പോലെ തന്നെ ഉണ്ട്. ഇതിന്റെ പേര് അങ്ങനെയാണ്, ഓക്സൈ എന്നാണ്. ബുൾസൈ അല്ല, ഓക്സൈ ഡെയ്സീസ്. ഇത് നോക്കിയേ, ഇത് ശരിക്കും ചേച്ചി ഇവിടത്തെ കളയാണ്. കളയാണ് കണ്ടിട്ടുണ്ട് അല്ലേ? പക്ഷെ ഇതിങ്ങനെ ഒരുമിച്ച് എന്ത് രസമാണല്ലേ. അപ്പൊ ടീന രണ്ടുപേര് പാട്ട് നമ്മുടെ ഡെയ്സിയുടെ ഓർമ്മതൻ വസന്ത. അതെ പാടിക്കോളൂ. ഓർമ്മതൻ വാസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം ഡെയ്സി വളരെ ചെറിയൊരു റോസപ്പൂവിലേക്കാണ് കേട്ടോ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. എന്റെ ദൈവമേ, ഈ റോസപ്പൂവിന് എത്ര വലിപ്പമുണ്ട് നോക്കിയേ. ഇതിന്റെ ഇതളുകളുടെ കളർ ഏതാ ടീന? ഇത് എത്ര വർഷമായി? ഇത് കഴിഞ്ഞ വർഷത്തെ 1 വർഷമായുള്ളൂ. അതെ, ആരെങ്കിലും ഗിഫ്റ്റ് തന്നതാണോ അതോ? അന്ന് ഗിഫ്റ്റ് തന്നതാണ് ഞങ്ങൾക്കൊക്കെ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. ഇത് വാങ്ങിച്ചതാണ്. ഇതിന്റെ കളറ് ഇതിന്റെ ആ ഷോളിലെ പൂവ് കറക്റ്റ് കേട്ടോ അതുപോലെ ഉണ്ടല്ലേ, എടുത്തു വെച്ച പോലെ ഉണ്ട്. ഇത് എന്ത് കളറാ ടീന? ഇതൊരു പീച്ച് അല്ലേ? പീച്ചും പിങ്കും ബേബി പിങ്കും എല്ലാം കൂടി. ഇതൊരു വലുതാണേ. ഇനിയുണ്ട്, മൊട്ടുകളുണ്ട് ഇഷ്ടംപോലെ.
മൂന്നാലഞ്ചിന്റെ ഈ മുട്ടൊന്ന് കാണിക്കാൻ പറ്റുമോ ടീന? അതെ, ഓറഞ്ച് കളറല്ലേ? അതെ അതെ അതെ, ഓറഞ്ച് കളർ. ഞാൻ 2 ദിവസം മുൻപ് സിജിയില്ലേ, നമ്മുടെ സിജി ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി, അവിടെ ടീനയും റാണിയൊക്കെ ഞങ്ങൾ മിസ് ചെയ്തു. അപ്പോൾ അവിടുത്തെ ഗാർഡനിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് അതും ഇതും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു റോസ്. ഇത് നമ്മുടെ റോസ് കളർ അല്ലേ? റോസ് അതിന്റെ നല്ല മണമാണിത്. നല്ല ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ആ മണം വരുന്നുണ്ട്. നോക്കി, നല്ല വലിയ പൂവാണ്, നല്ല കറക്റ്റ് ഷേപ്പ് അല്ലേ? ഓ അടിപൊളി. ഇതളുകളല്ലേ ഇനിയും വിടരാനുള്ള പോലെ അല്ലേ? അതിന്റെ മുട്ടുകള് ഇത് കുറെ ഉണ്ട്, വരുന്നുണ്ട്, മുട്ട് വരുന്നുണ്ട്. ഈ റോസിന് വേറൊരു കളർ അല്ലേ? 2 കളർ ഉണ്ടോ ടീന? അല്ല, അത് വേറെ ചെടിയാണ്. ഇതല്ലേ, ഇത് വേറെയാ. ഇത് വേറെ ചെടിയാ. അതിന്റെ നോക്കിയേ, വേറെ കളറ്. അയ്യോ, ഇതിന്റെ ഇത് ബേബി പിങ്ക് ആണോ? അങ്ങനത്തെ എന്തോ ബേബി പിങ്ക്. അത് പോലെ ഉണ്ട്. അതെ അതെ അതെ, അതിന്റെ ഇഷ്ടംപോലെ മുട്ടുകളുണ്ട്, പൂക്കളാണ്. ഓ സൂപ്പർ സൂപ്പർ. പിന്നെ ഇത് നമ്മുടെ ചേച്ചിയുടെ വീട്ടിലുണ്ടായിരുന്നല്ലോ, ഇതിന്റെ പല കളർ, ഈ ബട്ടർഫ്ലൈ പോലെ ഇരിക്കുന്ന ഫാൻസി അല്ലേ? ഫാൻസി വയോള, ആ ഒരു ഗ്രൂപ്പിനകത്ത് വരുന്നത്. ഇത് ഈ വർഷം നട്ടതാണോ? അത് ഈ വർഷത്തെയാ. ശരിക്കും 4 ചുവട് നട്ട് നിറച്ചിങ്ങനെ ആവും, നിറച്ചു വരും അല്ലേ? കുറെ നാൾ നിൽക്കുകയും ചെയ്യും അല്ലേ? അങ്ങനെ ഈ 3 കളറാണ്. ടീനയുടെ ഡെയ്സി ടീന ഒന്ന് കണ്ടേ, ഡെയ്സി ഒന്ന് കണ്ടേ. ഇത് ശരിക്കും ചേച്ചി ഇത് എവിടെ വഴിയരികിൽ നിന്ന് ഞാൻ വിത്ത് കൊണ്ടിട്ടാ. അതെല്ലേ? ഇതും അതെ, ഇത് വേറൊരു പൂവാണ്. പിന്നെ ഒരു സാധനം കാണിച്ചു തരാം. ഈ സാധനം ഇത് വളരെ സ്പെഷ്യലാണ്. എനിക്ക് ഇന്ന് അടുത്ത് തന്നെ വെച്ചേക്കുന്നതാണ്. ഇതെന്റെ ലിസി ചേച്ചി എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. അത് മിക്കവാറും ഞാനും റാണിയും കൂടി ഒരുമിച്ചായിരിക്കും തന്നത്, കാരണം അത് എപ്പോഴും അങ്ങനെയല്ലേ തരുന്നത്. എന്തിനാണെന്ന് എനിക്ക് 2 വർഷം മുന്നേ തന്നതാ. ഇത് ശരിക്കും അതിന്റെ അടിയിലായിരുന്നു. കഴിഞ്ഞ വർഷം അമ്മ വന്നപ്പോ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റി ചട്ടിയിൽ നട്ടുണ്ടായല്ലേ? നല്ല കടും ചുമപ്പല്ലേ? ട്രീ റോസ് ആണ് ഇത്. ട്രീ പോലെ വന്നിട്ട് അതിന്റെ അറ്റത്ത് മാത്രമേ പൂ ഉണ്ടാവുള്ളൂ. ഇതൊരു കമ്പ് ഇങ്ങനെ വന്ന് അതിന്റെ അറ്റത്ത് പൂക്കളായിട്ട് നല്ല കടും ചുമപ്പ്, നല്ല ഭംഗിയുള്ള പൂവാണിത്. ട്രീ റോസ് എന്നാ ഇതിന് പറയുന്നത്. പിന്നെ ആ മഞ്ഞ ഏതാ? മഞ്ഞ അതും ഈ വൈൽഡ് ഫ്ലവേഴ്സിൽ വരുന്നത്. നമ്മൾ മേടിച്ച് നട്ടതല്ല, ഈ നിലത്തേക്കുന്നൊക്കെ വൈൽഡ് ഫ്ലവേഴ്സ്. ഈ ഫോൺ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് മാറ്റാൻ തോന്നണില്ലല്ലോ ടീനെ? റോസിന്റെ അടുത്തുനിന്ന്. ഇനി ടീനയുടെ മുന്തിരി കാച്ചിട്ടുണ്ട്, എല്ലാ തവണ ഇത് ഉണ്ട്, കാച്ചിട്ടുണ്ട്. ഏത് കളറാണ്? പർപ്പിൾ മുന്തിരിയാണ്. പിന്നെ അവിടെ ഉണ്ട്, അത് വലിയ മുന്തിരി അവിടെ ഉണ്ട്, 2 മുന്തിരി ഉണ്ട്. ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ടല്ലേ? കുറെ ഉണ്ടാവും ഇതില്. മുന്തിരി ഏതാ വലുത്? ഇതല്ലേ? അതിലും ഉണ്ടായിട്ടുണ്ട്. അതും ഏത് കളറാ? അത് പർപ്പിൾ തന്നെയാണ്. ഇനി വേറൊരു ഇത് ശരിക്കും ചെറിയ ടൈപ്പാണത്. ഇത് ശരിക്കും നാട്ടിലെ പനിനീർ റോസ് ആണെന്ന് തോന്നണേ. നാട്ടിൽ അങ്ങനെ ഒരു റോസ് ഉണ്ട്, പനിനീർ റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പാണ്. അതെ 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 അതെ. ഇങ്ങനെ ഭയങ്കര ക്യൂട്ടാണ്, പക്ഷെ ഈ കളറും ഇതൊക്കെ ഭയങ്കര രസമല്ലേ? അതിന്റെ കൂടെ ഒരു റെഡും ഉണ്ട് കേട്ടോ അവിടെ. അത് വേറൊരു ചൂടാ, അതിന്റെ ഇടയിൽ നിന്ന് വന്നതാണ്. ഇത് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോ ഇങ്ങനെ തലയിൽ ഇങ്ങനെ ചൂടാണെങ്കിൽ എന്താ ഭംഗി, എല്ലാവരും ഒന്ന് നോക്കും. പിന്നെ ഒരു അമൃത് പോലത്തെ അടുത്തൊരു ചെടിയാണിത്. അതെ, ഇത് വിരിഞ്ഞിട്ടില്ല. പക്ഷെ ഇതിന്റെ ഭംഗി എന്ന് പറയുന്നത്, ഞാനത് ഞാനും പറഞ്ഞില്ലേ സിജിയുടെ വീട്ടിലെടുത്തെന്ന് പറഞ്ഞില്ലേ, അവിടെ ഉണ്ട്, ഒരുപാടുണ്ടായിരുന്നു. ഈ കളർ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് സംശയമാണ്. ഇതൊരു മജന്തയാണത്. ടീനയുടെ ചുരിദാറിന്റെ സെയിം കളറാണിത്. എത്ര മുട്ടുകളാ? ഇത് ആദ്യമായിട്ടാണ് ടീന ഇത്? ഈ വർഷം എന്തായിരുന്നു സംഭവം അറിയില്ല. ഒരു 3 years ആയിരുന്നോണല്ലേ? 3 years നിങ്ങൾ ചേച്ചിയും റാണിയും കൂടെ എനിക്ക് തന്നതാണ്. ഇപ്പോഴാണ് അത് ഉണ്ടാവുന്നത്. അയ്യോ, ഇതുമ്മ ശരിക്കും ഇങ്ങനെ ഉറുമ്പ് വരണോന്ന് പറയുന്നത് കറക്റ്റ് ആണെന്നോണോ അല്ലേ? അതില് പറയുന്നത് ഇതിനകത്ത് ഉറുമ്പ്. അതെ, ഉറുമ്പുണ്ട്. ഇത് വിടർന്ന് കഴിയുമ്പോ നമുക്കൊരു ഫോട്ടോ എന്തെങ്കിലും നമുക്കിടാം. പിന്നെ ഇത് ലില്ലി. ഇത് ശരിക്കും പറഞ്ഞ കഴിഞ്ഞ വർഷം റെയ്നോൾഡിന്റെ അമ്മ ഇവിടെ വന്നപ്പോൾ ഞങ്ങള് കൂട്ടുകാരികൾ എല്ലാവരും കൂടി ബർത്ത്ഡേ ആഘോഷിച്ചു അല്ലേ? ആ സമയത്ത് ഞങ്ങൾ കൊടുത്ത ഒരു ലില്ലി പൂക്കളാണിത്. ഈ വർഷം വന്നു. കഴിഞ്ഞ വർഷം ഇത്ര ഉണ്ടായിരുന്നില്ല അല്ലെ? ഇത്രയും 1 2 3 4 5 എണ്ണം ഉണ്ട്. അത് ഒരെണ്ണത്തിൽ തന്നെ എത്ര എണ്ണം നോക്കിയേ. കളർ ഏതാ ടീനെ? ഇത് പിങ്ക് പോലത്തെ കളറാ. ഓ, ഇതങ്ങ് വിടർന്ന് കഴിയുമ്പോൾ എന്തായിരിക്കും ഭംഗി അല്ലേ? എന്തായാലും ഈ ഗാർഡൻ പുഷ്പങ്ങളെ കൊണ്ട് നിറയട്ടെ. ഇത് നമ്മുടെ സൗത്ത് ആംപ്ടണിൽ നിന്ന് ഒരു 3 മണിക്കൂർ നീണ്ട യാത്ര കഴിഞ്ഞ് നമ്മൾ സിജി ജോർജിന്റെ വീട്ടിലെത്തിയിരിക്കുവാണ്. ഇത് സിജിയുടെ ബ്യൂട്ടിഫുൾ ഗാർഡൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഇത് എന്താ സിജി കാണുന്നത്? ഇത് നമ്മുടെ മുന്തിരി ചേച്ചി. മുന്തിരി ഇത് നിറച്ചുണ്ടാവും. നല്ല ഭയങ്കര വലിയ മുന്തിരിയാണ്. റോസ് അതൊരു ബ്ലാക്ക് റോസ് അങ്ങോട്ട് ചേർന്നിട്ട് ഒരു ഡാർക്ക് റോസ് മുന്തിരിയാണിത്.
ഒത്തിരി ഉണ്ടാവും കേട്ടോ. തിരി ഓൾറെഡി വന്നിട്ടുണ്ടല്ലേ? ജസ്റ്റ് ഇത് ഉണ്ടായി തുടങ്ങണേ ഉള്ളൂ. ഇതിങ്ങനെ ഭയങ്കര വലിയ കൊലയായിട്ട് ഇങ്ങനെ നിറഞ്ഞു വരും. വൈനൊക്കെ ഉണ്ടാക്കാൻ പറ്റും അല്ലേ? പിന്നെ നമ്മള് കഴിഞ്ഞ വർഷം ഒരു 10 ലിറ്റർ വൈൻ നമ്മൾ ഇതിനകത്തുനിന്ന് കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പൊ ഞങ്ങളുടെ കൂടെ രഞ്ജു ഉണ്ട്. രഞ്ജും ഞാനും സിജിയാണ് കേട്ടോ, ഞങ്ങള് ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഇനി അടുത്ത പൂക്കളിലേക്ക് പോകും. ഇത് ചേച്ചി ഇത് കലണ്ടിലാന്ന് പറയുന്നത്. ഇത് ഈ പൂവാണ് ചേച്ചി. ഇതൊന്നും എടുത്തോട്ടോ ചേച്ചി, അത് ഒന്ന് സൂം ചെയ്തെടുത്തോയെ. അതിന്റെ 2 കളർ ഉണ്ട്. ഇത് ഓറഞ്ചും ഉണ്ട്, ഇതിനകത്ത് നല്ല മഞ്ഞ കളർ ഉണ്ടാവും. അപ്പൊ ഇത് കലണ്ടില മഞ്ഞയും ഓറഞ്ചും ആയിട്ട് ഉണ്ടാവണതാണ്. ഇത് മുഴുവനും അത് തന്നെയാണ്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഇത് ഡാലിയാണ്. ഇത് ജസ്റ്റ് ഉണ്ടായി തുടങ്ങുന്നുള്ളൂ. ഇത് 1 മാസം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നിറച്ച് വലുതായിട്ട് നിറച്ച് പൂണ്ടാവും. ഇത് വയലറ്റ്. പിന്നെ ഇത് നമ്മുടെ കുഞ്ഞു വാഴ, ഇത് ഞാലിപ്പൂവൻ വാഴയാണ് കേട്ടോ. ഇത് നിറച്ചുണ്ടാവും. ഇതിനൊന്നും സമയമായിട്ടില്ല, ജസ്റ്റ് കിളിക്കുന്ന സമയമായിട്ടേ ഉള്ളൂ. അത് കാരണമാണ് അത് ഇങ്ങനെ വളർന്നു വരുന്ന പ്രായമാണിത്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അത് ഡാലിയ. അത് വേറെ ഒരു നല്ല വെറൈറ്റി ഡാലിയാണ്. അത് റെഡും വൈറ്റും കൂടെ ഉള്ള വലിയ പൂവുള്ള ഡാലിയ. പിന്നെ ഇതെല്ലാം റോസസ്. ഇതൊക്കെ ഭയങ്കര നല്ല റോസസ്. അത് ഒരു പിങ്ക് റോസ്, ഇത് യെല്ലോ റോസ്. ഇത് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിയോണിയാണിത്. പിനോണിയ. അതിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അതെ, ഇത് ശരിക്കും പറഞ്ഞ നല്ല പിങ്ക് കളറാണ് ഉണ്ടായി വരുമ്പോ. പക്ഷെ കുറെ നാളായി ഇത് ഉണ്ടായിട്ട്. അത് കാരണം ഇത് വെയിലടിക്കുമ്പോ അത് വൈറ്റ് ആയിട്ട് പോകുന്നതാണ്. അത് ഇപ്പൊ 2 പൂവാണ്. അത് ഒരു തണ്ടില് സാധാരണ ഒരു പൂവേ ഉണ്ടാവുള്ളൂ. ഒറ്റ തണ്ടില് ഒറ്റ പൂവ്, അത്രേ ഉള്ളൂ. അത് കിഴങ്ങാണ്. അതിന്റെ തണ്ടുകൾ എത്ര ഉണ്ടാവുന്നോ അത്രയും പൂ ഉണ്ടാവും. അങ്ങനെയാണ് അത്. ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ഇതെല്ലാം ഒരു ഗോൾഡൻ റോസ് ആണ്. ഇത് ഗോൾഡൻ റോസ്, നല്ല റോസാണ്. നല്ല കളർ റോസാണ്. ഈ കളർ നോക്കിയാൽ ഈ റോസ് സൂപ്പർ. ഇനി പിന്നെ നിങ്ങളെ ഞാൻ മഞ്ഞയിലേക്ക് കൊണ്ടുപോവാണ്. ഇത് കണ്ടോ മക്കളെ? മഞ്ഞ കണ്ടോ? കടും മഞ്ഞ, ഇളം മഞ്ഞ അല്ലേ? ശരിക്കും വിരിഞ്ഞു വരുമ്പോ നല്ല കടും മഞ്ഞായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വെയിലടിക്കുമ്പോ അതങ്ങ് വെള്ളയായിട്ട് പോകും. ഇതിന്റെ മുട്ടുകൾ നോക്കിയേ, സൂപ്പർ. പിന്നെ ഇവിടെ നമ്മുടെ ബേബി പിങ്ക്. അയ്യോ അടിപൊളി, വലിയ പൂവാണതേ. ചേച്ചി അടുത്തേക്ക് ഇച്ചിരി വന്നാല് ചേച്ചി ഇത് കാണാൻ പറ്റും. സൂം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പിങ്കാണ്, വലിയ പിങ്കാണ്. പിന്നെ ചേച്ചി ഇത് ഓർമ്മയുണ്ടോ ഈ ചെടി? അതാണതല്ലേ? 2-3 വർഷമായില്ലേ ജോർജിന്റെ ബർത്ത്ഡേക്ക് നമ്മള് കൊടുത്തൊരു, പേരെന്തുവായിരുന്നു? അതൊരു ചൈനീസ് ഇതാണ് അത്. പക്ഷെ അതിന്റെ അകത്ത് ആ ചട്ടിക്കകത്ത് 4 ചെടിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഒരെണ്ണേ നമുക്ക് പിടിച്ചു കിട്ടിയുള്ളൂ. പല വലുതായിട്ട് വന്നിട്ടുണ്ട്. അത് തന്നെ. പിന്നെ ഇതെന്ന് പറഞ്ഞ പ്യുവർ മഞ്ഞ റോസ് തന്നെയാണ് കേട്ടോ ചേച്ചി. ഇതിന്റെ കളർ മാറില്ല. നല്ല മഞ്ഞ. ഇത് ഇങ്ങനെ ചെറുതായിട്ട് ഇത് മഞ്ഞ നല്ല കടും മഞ്ഞായിട്ടുണ്ടായിട്ട് അങ്ങനെ മാറാതെ തന്നെ നിൽക്കും. പിന്നെ അതായിരുന്നു ഈ കളറായിരുന്നു സിജി. അത് ഈ കളറായിരുന്നു ഇതിന്. ഇത് പക്ഷേ ഇതിപ്പോ തീർന്നു പോയി. ഒരു പൂവ് അവിടെ ഉണ്ടാവോ ചേച്ചി? അതൊക്കെ പറിച്ചെടുക്കാൻ. ഇത് ഞാൻ പറഞ്ഞത്, ഇത് ഒരു തണ്ടേല് ഒരെണ്ണം ഉണ്ടാവുള്ളൂ. കണ്ടോ? റോസ് പെറ്റല് പോലെ. ഇതെന്താ സിജി? ഇത് ആപ്പിൾ ആച്ചി. ആപ്പിള് പിങ്ക് ലേഡി അടുത്തേക്ക് ഞങ്ങൾ ചാടാൻ പോവാണ്. ഇത് നോക്കിയേ, ഇത് പിയോണിയുടെ വൈറ്റ്. ഇത് വൈറ്റ്. ഇത് ഇങ്ങ് വരുന്നേ ഉള്ളൂ. ഇത് വരുന്നുണ്ടോ? ഇതിന് കൊടുത്താലോ? ഇത് ഭയങ്കര വലിയ പൂവാണ്. ഇതിങ്ങ് ഉണ്ടായി കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ എന്ത് മണമെന്നറിയാമോ? മണമുണ്ടോ ഇതിന്? ശരിക്കും ഇതിന് നല്ല മണമാണ്. പിന്നെ ഈ റോസ്, അയ്യോ, ഇത് നമ്മുടെ നാട്ടിലെ നല്ല മണമുള്ള ഒരു റോസാണ്. ഇത് നല്ല റെഡ് അല്ല, ഈ ഒരു കളർ. ഈ കളർ റോസാണ് ഇതിന്. അത് വേറെ, അത് ഇതിന്റെ അകത്തല്ല, അത് വേറെ റോസാണ്. ഇത് ഈ കളർ റോസാണ്. ഭയങ്കര വലിയ റോസാണിത്. നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ജസ്റ്റ് അത് പിങ്ക്. ഇതിലൊക്കെ ഡിഫറെന്റ് കളേഴ്സ് ആണ്. എല്ലാം ഡിഫറെന്റ് കളേഴ്സ്. പിന്നെ ഇതിനകത്ത് ഒത്തിരി ഓറഞ്ച്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ഓറഞ്ച് ആണ്. പ്രത്യേക തരത്തിലുള്ള ഒരു ചെടി കാണിക്കാനുണ്ട്. എന്റെ ദൈവമേ, ഇത് ഇവിടെ പിടിച്ചു കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ വീടുകളിൽ എല്ലാ വീട്ടിലുള്ളതാണ് ബോഗൻവില്ല. ഇത് സിജിയുടെ ഈ കളറിന് നന്നായിട്ട് ചേരുന്നുണ്ട്.
ഇവിടെ വാങ്ങിച്ചതാണ്. പിടിച്ചു കിട്ടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. സൂപ്പർ അല്ലേ? അപ്പോൾ സിജിയുടെ മനോഹരമായ ഗാർഡൻ. പിന്നെ ചേച്ചി എന്റെ കമേലിയ കണ്ടില്ലല്ലോ, ഇത് നിറച്ചു ഉണ്ടായിരുന്നല്ലേ? ഇതെല്ലാം താഴെ കിടക്കുന്നു. പിന്നെ ഇത് ഒരു നമ്മുടെ പിനോണിയുടെ ഇത് വെറൈറ്റിയാണ്. ഇത് വേറൊരു വകയാണ്. ഇത് മരം പോലെ ഇരിക്കും. അതിന്റെ അകത്ത് ഒരു വൈറ്റിഷും ഒരു റെഡ് ഷെയ്ഡ്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ഒരു റോസ് ആണ്. വലിയ റോസും പിയൂണിയും ഒക്കെ ആയിട്ട് ഇവിടെ ഈ ഒരു ബ്യൂട്ടിഫുൾ ഇത് ഇങ്ങനെ വരുന്നേ ഉള്ളു ചെറുതായിട്ട്.